യമനിൽ വീണ്ടും യുദ്ധജ്വാല ആളിപ്പടരുകയാണ്. യമനിലെ ഹൈസ് ജില്ലയിൽ വീണ്ടും വെടിവെച്ചുകൾ മുഴങ്ങുകയാണ്. സർക്കാർ അനുകൂല സേനയ്ക്കെതിരെ ഹൂതി വിമതർ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെടുകയും ഇരുപക്ഷവും കടുത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന യമൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇത് മറ്റൊരു സാധാരണ സംഭവം മാത്രമാണ് എന്ന് കരുതാൻ കഴിയില്ല. കാരണം ഈ ആക്രമണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മധ്യപൂർവേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ വീണ്ടും മാറി തുടങ്ങുന്നുവെന്ന രാഷ്ട്രീയ സൂചനകളാണ്. യമനിലെ ഔദ്യോഗിക സർക്കാരിന്റെ ഭാഗമായ സൈന്യത്തിലെ 14 പേർ ഹൂതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹൊദൈദ നഗരത്തിന് തെക്ക് ഹൈസ് ജില്ലയിലെ ജബൽ ദുബാസിലാണ് ആക്രമണം ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ 23 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അടുത്തിടെ യമനിലുണ്ടായ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണമാണിതെന്ന് രാജ്യത്തെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ചില ഭാഗങ്ങൾ ഹൂതികൾ പിടിച്ചെടുത്തെങ്കിലും ശനിയാഴ്ച പുലർച്ചെയോടെ ശക്തമായ പ്രത്യാക്രമണം നടത്തിയ സൈന്യം ഇവ തിരിച്ചുപിടിച്ചു. ആക്രമണത്തിൽ ഹൂതികളും കൊല്ലപ്പെട്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇറാന്റെ ഒരു വിമാനം നിലത്തിറങ്ങുന്നത് തടഞ്ഞെന്നു കാട്ടി സൗദിയുടെ വിമാനത്താവളങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യം വെക്കുമെന്ന് വെള്ളിയാഴ്ച ഹൂതികൾ ഭീഷണി മുഴക്കിയിരുന്നു.